വെൽക്കം ടു ഇൻമേക്സ് ലേണിംഗ് ഹബ്. അപ്പം നമ്മളുടെ പൈത്തൺ എന്ന് പറയുന്നതിന്റെ ജൈത്രയാത്ര സ്റ്റാർട്ട് ചെയ്യണല്ലേ. സോ ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സും അല്ലെങ്കിൽ പൈത്തൺ റിലേറ്റഡ് എന്ത് ഡൗട്ട്സും ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈവൻ ചെറിയ ഡൗട്ട്സുകളൊക്കെ വരാം, കുറേ ഡൗട്ട്സുകൾ വരാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സുകളും ചോദിക്കാം. ഇപ്പം ആരും നമുക്കറിയാലോ, നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ ആരും തെറ്റാതെ ഒരു കാര്യങ്ങളും പഠിക്കില്ല അല്ലേ. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടോടു കൂടി നമ്മളുണ്ട്, കൂടെയുണ്ട്. നിങ്ങൾക്ക് വളരെ ലഘൂകരിച്ചാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. ആദ്യം കുറച്ച് ദിവസം ഒരു നമ്മുടെ ക്ലാസ് തുടങ്ങി 2-3-4 ഡേയ്സ് വളരെ വളരെ ബുദ്ധിമുട്ട് ചിലപ്പോൾ തോന്നാം. ഓക്കെ, അത് വേറൊന്നും കൊണ്ടുവരില്ല, ഒരു പുതിയ ലാംഗ്വേജ് നമ്മൾ പഠിക്കാൻ. അപ്പം നമ്മൾ ആ ഒരു ഐഡിയയുമായിട്ടും ആ എൻവയോൺമെന്റുമായിട്ടൊക്കെ ഒന്ന് നമ്മൾ സെറ്റ് ആയി കഴിയുമ്പോൾ തന്നെ അത് റെഡിയാകും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സും ചോദിക്കാൻ ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾക്ക് അത്രയും സപ്പോർട്ടോടു കൂടി നമ്മളെ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മളുടെ പൈത്തൺ ഇൻട്രൊഡക്ഷൻ എന്താണ് പൈത്തൺ എന്നുള്ളതും നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്, രണ്ട് കേസുകളാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പൈത്തൺ എന്ന് പറയുന്ന ഒരു പോപ്പുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതൊരു ഫ്യൂച്ചർ ടെക്നോളജിയാണ്. ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഗോയ്ഡോ വാൻ റോസം എന്ന് പറയുന്ന ആളാണ്. 1991 ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് എന്തൊക്കെ യൂസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് വെബ് ഡെവലപ്മെന്റ് യൂസ് ചെയ്യാം, സെർവർ സൈഡ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, മാത്തമാറ്റിക്സ്, സിസ്റ്റം സ്ക്രിപ്റ്റിങ്, അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, ഇനിയും കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട്. അപ്പം നമുക്ക് ഇപ്പം ഡെവലപ്മെന്റ് ഏരിയയിലേക്ക് ഇഷ്ടമല്ലാത്തവർക്ക് ടെസ്റ്റിംഗ് ഏരിയയിലേക്ക് പോകണമെങ്കിൽ, അതായത് ഓട്ടോമേഷനിലേക്ക് പോകണമെങ്കിൽ നമുക്കിത് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിപ്പം ഡേറ്റ സയൻസിലേക്ക് പോകണമെങ്കിൽ നമുക്ക് പൈത്തൺ. അപ്പൊ എല്ലാത്തിന്റെയും ബേസ് എന്ന് പറഞ്ഞാൽ കോർ പൈത്തൺ പഠിച്ചിരിക്കുക എന്നുള്ളത്. കോർ പൈത്തൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്, ഏറ്റവും ബേസിക് നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, എത്ര വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളും അല്ലെങ്കിൽ എത്ര ഫ്രഷർ ആയിട്ടുള്ള ആളും ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാലും കോറിൽ നിന്ന് ചോദിച്ചിരിക്കും ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ. സോ നമ്മൾ നല്ല വൃത്തിക്ക് കോറ് പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക് നിങ്ങളുടെ. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്നതിനകത്ത് നിങ്ങൾക്ക് ടാസ്ക് തരുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് അതിന്റെ ലോജിക്ക് കിട്ടിയില്ലെന്ന് വരും. അപ്പൊ ഒന്നിനും നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പൊട്ടത്തരം ചെയ്തോളൂ, പൊട്ടത്തരം എഴുതിക്കോളൂ, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ പഠിക്കത്തുള്ളൂ. ഓക്കെ, സോ അതിനൊന്നും ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. സോ എന്തിനൊക്കെയാണ് നമ്മൾ പൈത്തൺ യൂസ് ചെയ്യുന്നത്? വട്ട് ക്യാൻ പൈത്തൺ ഡു? പൈത്തൺ നമുക്ക് എന്തെല്ലാം നമുക്ക് യൂസ്ഫുൾ ആണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പൊ പൈത്തൺ എന്ന് പറഞ്ഞാൽ ഇപ്പം സെർവർ യൂസ് ചെയ്ത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെബ് ആപ്ലിക്കേഷൻ, സെർവർ സൈഡിലുള്ള വെബ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ നമുക്ക് ഡേറ്റാബേസുമായിട്ടുള്ള കണക്ഷൻ അത് മോഡിഫൈ ചെയ്യാൻ, ഫയൽസ് മോഡിഫൈ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ബിഗ് ഡേറ്റ അല്ലെങ്കിൽ കോംപ്ലക്സ് മാത്തമാറ്റിക്സിന് വേണ്ടി ഇത് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ റാപ്പിഡ് പ്രോട്ടോടൈപ്പിങ്ങിന് വേണ്ടി ഇത് യൂസ് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പേടി വരും, അയ്യോ എന്താ ഇത്, നമ്മൾ വരും വഴി ഇതെല്ലാം കാണുന്നുണ്ട്. പിന്നെ വൈ പൈത്തൺ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്തുകൊണ്ടാണ് പൈത്തൺ? അതായത് ഇത് എല്ലാ പ്ലാറ്റ്ഫോമിലും, അതായത് വിൻഡോസ്, മാക്ക്, ലിനക്സ്, റാസ്ബെറി അങ്ങനെയുള്ള എല്ലാ പ്ലാറ്റ്ഫോംസിലും ഇത് വർക്കാവും. അതുപോലെ തന്നെ ഇത് പഠിച്ചെടുക്കാൻ, അതായത് ഒരു പ്രോഗ്രാമിംഗ് ബേസ് ഇല്ലാത്ത ഒരാൾക്ക് പോലും പഠിച്ചെടുക്കാൻ പറ്റുന്നൊരു, അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതിന്റെ സിന്റാക്സ് എന്നൊക്കെ പറയുന്ന ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് സിമിലർ ആണ്. ഓക്കെ, പിന്നെ ഡെവലപ്പേഴ്സിനൊക്കെ ആണെങ്കിൽ ഇപ്പം മറ്റുള്ള പ്രോഗ്രാം ജാവയിൽ ഇപ്പോൾ ഒരു 10 നമ്പർ പ്രിന്റ് ചെയ്യാൻ നമ്മൾ ഫോളോ അപ്പ് ഒക്കെ യൂസ് ചെയ്ത് എഴുതുമ്പോഴത്തേനും ഇവിടെ അതിന്റെ ആവശ്യമില്ല, ഒരു കീവേഡ് യൂസ് ചെയ്താൽ മതി. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. അത്രയ്ക്ക് സിമ്പിളായിട്ടാണ് ഈ ഒരു പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ ഇപ്പം ഡെവലപ്പേഴ്സിന് എന്താ, ഒരു പ്രോഗ്രാം എഴുതണമെങ്കിൽ ഫ്യൂവർ ലൈൻസ് കൊണ്ട് തന്നെ എഴുതാൻ പറ്റും. മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അപേക്ഷിച്ച് ലൈൻ ഓഫ് കോഡ് വളരെയധികം കുറവാണ്. ഓക്കെ, പിന്നെ ഇതെന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് വേയിലും ഫങ്ഷണൽ വേയിലും എല്ലാം ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വേർഡ്സ് ഇപ്പൊ നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യില്ല, അതൊക്കെ കുഴപ്പമില്ല. നമ്മൾ വരുന്ന വഴി നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് പറയും, ഇന്നത് ഞാൻ പറഞ്ഞത് ഇന്നതിനെ ഉദ്ദേശിച്ചാണെന്നൊക്കെ പറയും. ഓക്കെ, സോ ഇപ്പൊ ഇത്രയൊക്കെ നിങ്ങളെ കുറിച്ച് ഞാൻ ഈ പൈത്തന്റെ ഒരു ചെറിയൊരു ഇൻട്രോ മാത്രം ഞാൻ ഇപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, ഒന്ന് നിങ്ങളെ ഒന്ന് വെൽക്കം ചെയ്യാൻ വേണ്ടി ഞാനൊരു ഈ ഒരു വീഡിയോ സെറ്റ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, നമുക്ക് വരും വഴിയെ നമുക്ക് ഓരോ കാര്യങ്ങളും നോക്കാം. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് നോക്കുന്നത് നമ്മൾ എന്തൊക്കെ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നുള്ളതൊക്കെ. ഓക്കെ, സോ ഫൈൻ.
സോ ഇവിടെ നമുക്ക് അഡ്വാൻസ്ഡ് ലെവലും ഉണ്ട്, കോർ ലെവൽ, അതായത് അഡ്വാൻസ് തന്നെ നമുക്ക് കോറും ഉണ്ട്, ഫ്രെയിം വർക്ക് പഠിക്കുന്നവരുണ്ട്, പ്രൊഫഷണലേഴ്സ് ഉണ്ട്, മാസ്റ്റർ ക്ലാസ് ഉണ്ട്. അപ്പം ഞാൻ ഓവറോൾ ആണ് പറഞ്ഞു പോകുന്നത്. നമ്മൾ കോറാണ് ഏകദേശം ഒരു സെക്ഷൻ 9-10 വരെ നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമുക്ക് കോറിലുള്ള ആൾക്കാർക്ക് പഠിക്കുന്നത്, മെയിൻ ബിഗിനേഴ്സിന് വേണ്ടി പഠിപ്പിക്കുന്നത്. ഓക്കെ, സോ ബേസിക് കോൺസെപ്റ്റ്, കൺട്രോൾ സ്ട്രക്ചേഴ്സ്, ഫങ്ഷൻസ്, മൊഡ്യൂൾസ്, എക്സെപ്ഷൻ ഹാൻഡ്ലിങ്, സം മോർ ടൈപ്സ് എന്ന് പറയുന്നത് അതെന്ന് പറഞ്ഞാൽ ഡേറ്റ ടൈപ്സ് കുറേ ഉണ്ട്, ഡിക്ഷണറി, ലിസ്റ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഫങ്ഷണൽ പ്രോഗ്രാമിങ്, ഊപ്സ്, റെഗുലർ എക്സ്പ്രഷൻ, ഒരു ടൂൾ കിറ്റ്. ഇത്രയുമാണ് സാധാരണ ബിഗിനേഴ്സ് പഠിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം വരുന്നവർക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നത്. മോസ്റ്റ് നമ്മൾ കൊടുക്കുന്ന അഡ്വാൻസ് ലെവലിൽ കൊടുക്കുന്ന ഇത് കൂടാതെ നമ്മൾ ഡേറ്റാബേസ്, പോസ്റ്റ്ഗ്രെസ്ക്യൂഎൽ, MySQL, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഫ്രണ്ട് എൻഡ് കാര്യങ്ങൾ, ഫ്രണ്ട് എൻഡ് ടെക്നോളജി ആയ HTML, അതിന്റെ സ്റ്റൈലിംഗ് കോഡായ CSS, പിന്നെ അതിന്റെ ഫ്രെയിം വർക്കായ ബൂട്ട്സ്ട്രാപ്പ്. അതിന്റെ ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ HTML ഫ്രെയിം വർക്കായ ബൂട്ട്സ്ട്രാപ്പ്. ഇത്രയുമാണ് ഫ്രണ്ട് എൻഡ് വരുന്നത്. പിന്നെ ജാങ്കോ ഫ്രെയിം വർക്കാണ്, അതിൽ നമ്മൾ കുറെ പ്രൊജക്ട്സ് ചെയ്യുന്നുണ്ട് അതിനകത്ത്. അപ്പൊ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഓവറോൾ ഓടിച്ച് പറയുന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് പൈത്തൺ, ജാങ്കോ നമ്മൾ ഫ്രെയിം വർക്കോടുകൂടി അഡ്വാൻസ് ലെവലിൽ കൊടുക്കുന്ന കാര്യമാണ്. പിന്നെ ഇവിടെ കുറച്ചു പേരെങ്കിലും മാസ്റ്റർ ക്ലാസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ സെഷനിൽ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ ഈ പഠിച്ച ജാങ്കോ വരെ സെയിം ആണ്. അത് കഴിഞ്ഞ് അഡീഷണൽ ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്, ഫ്ലാസ്ക്. അത് കഴിഞ്ഞ് ഡേറ്റ അനാലിസിസ്, പിന്നെ ഇമേജ് പ്രോസസ്സിങ്, മെഷീൻ ലേണിംഗ്, ചാറ്റ് ബോട്ട്, അങ്ങനെ കുറച്ചേറെ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ഇപ്പൊ ഡേറ്റ അനാലിസിസും മെഷീൻ ലേണിംഗ് ഒന്നും ഞാൻ ഇവിടെ അഡീഷണൽ ആയിട്ട് കൂടുതലൊന്നും ഇവിടെ പറയുന്നില്ല. ബിക്കോസ് ഇവിടെ ഇപ്പം അഡ്വാൻസ് ലെവലിലുള്ള ആൾക്കാരുണ്ട്, മാസ്റ്റർ ക്ലാസ്സിലുള്ളവരുണ്ട്. അപ്പൊ ഞാൻ എല്ലാവർക്കും വേണ്ടി ഇപ്പം കോമൺ ആയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഓക്കെ, ജസ്റ്റ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു പോകുന്നുള്ളത് മാത്രമാണ്. ഇനി അതല്ലാതെ പ്രൊഫഷണൽ ആൾക്കാരുണ്ട്, വർക്ക് ചെയ്യുന്നവർക്ക് അഡ്വാൻസ് ലെവലിൽ ഡേറ്റ സയൻസിലേക്ക് കൺവേർട്ട് ആക്കാൻ, അവർക്ക് ഡേറ്റ അനാലിസിസ്, മെഷീൻ ലേണിംഗ് മോർ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഒരു നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ ഓടിച്ചു വിട്ട് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്, അയ്യോ ഇതെന്തൊക്കെയാണ് ഇത് പറയുന്നത്, നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ലല്ലോ. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. സോ നിങ്ങൾ ജസ്റ്റ് നമ്മൾ ഓരോ ദിവസം തരുന്ന ക്ലാസ് വൃത്തിക്ക് പഠിച്ചു പോകാൻ ശ്രമിക്കുക. ഓക്കെ, വെരി ഓൾ ദ ബെസ്റ്റ്. നമുക്ക് വൈകാതെ തന്നെ അടുത്ത വീഡിയോയിൽ കാണാം.